17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുമുള്ള വിശേഷണങ്ങളും അതിനെതിരായി എതിർപക്ഷങ്ങൾ ഉയർത്തുന്ന മറ്റു വിശേഷണങ്ങളും കൊണ്ട് നമ്മുടെ മാധ്യമലോകം ഒക്കെ നിറയുവാനുള്ള അവസരങ്ങൾ കൂടുകയാണ്. BJPയുടെ പ്രധാനപ്പെട്ട വക്താവ് സ്വാഭാവികമായും ശ്രീ മോദിയെ രാജ്യത്തിന് മുന്നിൽ 2019 തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നത് പുതിയൊരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടാണ്. മോദി ഹേ തോ മുൻകിൻ ഹേ എന്നാണ് ആ മുദ്രാവാക്യം. മലയാളം പറഞ്ഞാൽ മോദി ഉണ്ടെങ്കിൽ സാധ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മോദിയെ കുറേ കൂടി ആളുകളെ പരിചയപ്പെടുത്തണമായിരുന്നു. കാരണം അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു. ഗുജറാത്തിൽ ഉണ്ടാക്കിയ കലാപങ്ങളുടെ പേരിൽ കുപ്രസിദ്ധനാവുകയും അമേരിക്കയിലേക്ക് പോലും വിസ നിഷേധിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്ന വ്യക്തിയെ തീർച്ചയായും BJPക്ക് പരിചയപ്പെടുത്താൻ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. അന്നവർ പറഞ്ഞത്, മോദിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, അബ്കി ബാർ മോദി സർക്കാർ, ഇപ്രാവശ്യം മോദി സർക്കാർ, ഈ ഞങ്ങൾക്കൊരവസരം തരൂ എന്ന് പറയുന്നൊരു യാചനയുടെ മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ശ്രീ വാജ്പേയി അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾക്കൊരവസരം തരൂ. ഒരു ഭിക്ഷാടനം പോലെയുള്ള ഒരു യാചനയാണ് ശ്രീ വാജ്പേയി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് BJP ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അപ്പോൾ ശ്രീ മോദിയുടെ ഒന്നാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം കഴിഞ്ഞ 5 വർഷക്കാലം എന്താണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിത്തതെന്ന് നമുക്കറിയാം, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴുള്ള മുദ്രാവാക്യവും ശ്രീ മോദിയെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാം ഒരു വ്യക്തിയിലേക്ക് എന്നത് ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ മാത്രം അനുഭവവേദ്യമായ സംഭവമാണ്. ഇന്ദിരാഗാന്ധി പറയുന്നു, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്. ഇന്ദിരാഗാന്ധി അത് അവരുടെ അണികളെ കൊണ്ട് പറയിക്കുന്നു, ഞാനാണ് ഇന്ത്യ. ആ മുദ്രാവാക്യം എന്ത് അപകടമാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിത്തതെന്ന് നമ്മൾക്കറിയാം. കോൺഗ്രസ് എന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്ന അപകടം അത്ര ഭീകരമായിരുന്നുവെങ്കിൽ ഇവിടെ BJP ആവർത്തിക്കുന്നു 5 വർഷത്തിന് ശേഷം മോദി ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യ എന്നാൽ ശ്രീ മോദിയുടെ കൈകളിൽ ഒതുങ്ങുന്ന പഴയകാല ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും മുദ്രാവാക്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു വ്യക്തിയുടെ കൈകളിലാക്കി കൊടുക്കുക എന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയ മുദ്രാവാക്യം RSS മറയില്ലാതെ ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം മോദി ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകിയ സംഭാവനയെന്ന് പറയുവാൻ നിർബന്ധിതമാണ്. ആ സാഹചര്യത്തിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യക്കാരൻ അനുഭവിച്ച സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ മോഡിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും രാജ്യത്തോട് പറഞ്ഞത്, രാജ്യത്തിൽ ഒരു വിപ്ലവമേ നടക്കുന്നുള്ളൂ, അതിൻ്റെ പേരാണ് പിങ്ക് റവല്യൂഷൻ. എന്താണ് ഈ അർത്ഥം? പിങ്ക് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്നാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് മീറ്റുകൾ, ചുവന്ന മാംസം ബ്രസീൽ കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ നാൽക്കാലികളെ കൊന്ന്, പശുക്കളെ കൊന്ന് കയറ്റുമതി ചെയ്യുന്ന പണം ഇന്ത്യയിലേക്ക് വരുന്നു. അത് പാപമാണ്. അതുകൊണ്ട് നമ്മൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? ഗോമാതാവുമായി ബന്ധപ്പെട്ട ഗോമാതാവിനെയും ഗോമാതാവിൻ്റെ ബന്ധുക്കളെയും കൊന്ന് കയറ്റുമതി ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുന്നവർ. പിന്നീട് നമ്മൾ അറിയാൻ കഴിഞ്ഞു, രാജ്യത്ത് ആകെ ഏറ്റവും അധികം വർധനവുണ്ടായത് ഇതേ മാംസ കയറ്റുമതിയിലാണ്. 40% കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ പടിപടിയായി ഇതേ മാംസത്തിൻ്റെ കയറ്റുമതിയിൽ, ഇതേ ഗോമാതാവിൻ്റെയും ബന്ധുക്കളുടെയും മാംസ കയറ്റുമതിയിൽ വർധനമുണ്ടായിരിക്കുന്നു. ആരാണ് ഈ കയറ്റുമതി നടത്തിയത്? നമ്മളെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, വിശേഷ മുസ്ലിങ്ങളുടെ പ്രധാന ജോലി പശുവിനെ കണ്ടാൽ അതിനെ അടിച്ചു കൊന്ന് മാംസമാക്കി തോലുരിഞ്ഞ് ജീവിക്കുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മാംസ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട 6 കമ്പനികളിൽ 4നെയും നിയന്ത്രിക്കുന്നത് കൃത്യമായ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയും RSSനെ പലപ്പോഴും സഹായിക്കുന്ന സംവിധാനങ്ങളുള്ള വലിയ കോർപ്പറേറ്റുകളാണ്. ഇവിടെയാണ്
ഇന്ത്യൻ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളിൽ പരമമായ അവകാശം, തനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, തനിക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്, അതിനൊക്കെ ഉപരി ഒരാൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള അവകാശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ ഏത് രാജവാഴ്ചകൾ പോലും നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ പോലും സാധ്യമാണ്. എന്നാൽ ഇവിടെ ഇതാ RSSകാർ പ്രഖ്യാപിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏകദേശം 2 ഡസനിലോളം ആളുകളെയാണ് തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാലിവിട മാംസമാണ്, ഗോമാതാവിൻ്റെ മാംസമാണ്, പശുവിൻ്റെ മാംസമാണെന്ന് ആരോപണം ഉന്നയിച്ച് അടിച്ചു വന്നത്. അടുക്കളയിൽ കയറി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്ന് പരിശോധിക്കുവാനും സംശയമുണ്ടെങ്കിൽ അവരെ അടിച്ചു കൊല്ലുവാനും നടത്തിയ ശ്രമങ്ങൾ വിവിധ രൂപത്തിൽ രാജ്യത്ത് വളരെ ചർച്ചയായി. പശുവിനെ വാങ്ങിക്കൊണ്ടൊരാൾ പോയാൽ, കാളയെ വാങ്ങിക്കൊണ്ടൊരാൾ പോയാൽ അവരെ പിടിച്ചു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഫാഷിസ്റ്റ് സമീപനം ഭക്ഷണത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷം സംഭവിച്ചിരിക്കുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ അടുക്കളയിൽ നിങ്ങൾ എന്ത് പാചകം ചെയ്യണം, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പോലും തീരുമാനിക്കുന്ന അവിശ്വസനീയമായ ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് ഇന്ത്യയെ കഴിഞ്ഞ 5 വർഷത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് മോദിയും ആഹാരവും മോദിയും അടുക്കളയും തമ്മിലുള്ള ഇന്ത്യയിലെ സംഭവങ്ങൾ. അതുകൊണ്ട് ശ്രീ മോഡിയെ അടുക്കളയെപ്പറ്റി ഓർക്കുമ്പോൾ, ഭക്ഷണത്തെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം തള്ളി പറയേണ്ടത് ശ്രീ മോദിയെയും മോദിയുടെ സർക്കാരിനെയും ആയിരിക്കണം എന്ന് മറക്കരുത്.